ഹായ് ഗെയ്സ്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആരുടെയൊക്കെ വെച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. മറ്റൊരു രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം വാർ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇസ്രായേൽ, ഇറാൻ. ആ വാർ നടക്കുമ്പം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ, ഇറാൻ തകരും അല്ലെങ്കിൽ ഇസ്രായേൽ തകരും, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇതിനിടയ്ക്ക് അവിടെ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് താമസ സ്ഥലം, അവരുടെ സ്വത്തുകൾ, അതായത് വീട്, അവരുടെ മറ്റു സ്വകാര്യ സ്വത്തുകൾ, അതായത് വാഹനം, അവരുടെ ബിസിനസ് സ്ഥാപനം, ബിൽഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒറ്റ അനവധി നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി റിക്കവർ ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇനി പഴയ പോലെ ഒന്നും ആകുമെന്നും പറയാം. കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ, അവരുടെയൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോഴേ നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരുടെ ഒരു നഷ്ടം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷമം, ആ ഒരു വിഷമത്തിൽ നമുക്കൊരിക്കലും അത് അങ്ങനെ എന്താ നമ്മൾ പറയുക, അങ്ങനെ എങ്ങനെയാണ് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് വന്നെന്നുള്ളതെല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട്. കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ളവരോട് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു അവസ്ഥ എങ്ങനെയെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. തിരിച്ചറിയാതെ പോകരുത്. മനുഷ്യനായിട്ട് ജീവിക്കുക. എല്ലാവരും മനുഷ്യരാണ്. അവർക്കെല്ലാവർക്കും ആഗ്രഹങ്ങളും അവരുടെ ജീവിതങ്ങളെ പറ്റിയുള്ള ചിന്തകളെല്ലാം ഉണ്ട്. അവരുടെ ജീവിതം നല്ല രീതിയിൽ എത്തണമെന്നുണ്ട്. നമുക്കും അത് തന്നെയാണ് ആഗ്രഹം. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ യുദ്ധം നടക്കുമ്പം നഷ്ടങ്ങൾ അവിടെയുള്ള കാരണം, അതായത് പാവപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നൊരു കുറേ ആൾക്കാരുണ്ട്. ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു. ആ മരിച്ചു പോയത് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഓരോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ ഓരോ ഭവനങ്ങൾ, അവരുടെ ബിസിനസ്സാകും, ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയവർ, അവർക്കൊക്കെ ആയിരിക്കും കൂടുതലും. ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലാത്ത നഷ്ടം അവർക്കേ ഉണ്ടാകത്തുള്ളൂ. യുദ്ധം ഇന്നല്ല നാളെ തീരും. നാളെ തീർന്നു കഴിഞ്ഞാൽ അവരുടെ പ്രമുഖരെല്ലാം അവർക്ക് ഇത്ര പേര് നഷ്ടപ്പെട്ടു, അവർക്ക് പറഞ്ഞു തീർക്കാം. പക്ഷെ അവരത് പിൽക്കാലത്ത് അത് മറന്നു. അവർക്ക് അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ നഷ്ടപ്പെട്ടവർക്ക് പിന്നെ ഒന്നും തിരിച്ചു കിട്ടിയെന്നും വരത്തില്ല. കൂടപ്പിറപ്പുകൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെട്ട അനേകരുണ്ട്. ഇപ്പം ഓരോരുത്തരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം അന്നുവെച്ചാൽ അതുപോലെ ഇതായിപ്പോയി. എന്തിനാണ് ദൈവമേ. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.